നമ്മൾ ഈ ഡെക്കറേഷന് യൂസ് ചെയ്ത ഫ്ലവേഴ്സാണ്. ഈ ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഫ്ലവേഴ്സ് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, രണ്ട് ടൈപ്പാണ്. ഇത് കുറച്ച് വില കൂടിയൊരു പേപ്പറാണ്, ഫ്ലിക്സ് പേപ്പർ എന്ന് പറയും. ഇത് സാധാരണ നമ്മുടെ ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ചെറിയ ഷോർട്ട് ടേം യൂസിനാണെങ്കിൽ ഈ നമ്മുടെ ക്രേപ്പ് പേപ്പർ മതി കേട്ടോ. ഇതിന് വില കുറവാണ്, ഒരു ഷീറ്റിന് 7 രൂപയൊക്കെ വരുള്ളൂ. പക്ഷേ ഫ്ലിക്സ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല വിലയുണ്ട്, പക്ഷേ ലോങ് ലാസ്റ്റ് ചെയ്യും, നമുക്ക് വർഷങ്ങളോളം ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കുകയാണ് നല്ലത്. ഈ ഫ്ലവർ കണ്ടപ്പോൾ പലരും എന്നോട് ചോദിച്ചായിരുന്നു ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കാണിച്ചു തരാം. അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫ്ലിക്സ് പേപ്പർ. ഇത് സാധാരണ നമ്മുടെ ക്രേപ്പ് പേപ്പറാണ്. അപ്പോൾ ഞാൻ 2 വെച്ചിട്ടും ഫ്ലവർ ഉണ്ടാക്കി കാണിച്ചു തരാം. ആദ്യം ഫ്ലിക്സ് പേപ്പർ എടുക്കാം. അതിന് ഒരു 7 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുമുള്ള പീസായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 7 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള പീസ് കട്ട് ചെയ്യുവാണ്. ഏകദേശമൊക്കെ മതി കേട്ടോ. ഇതിങ്ങനെ കറക്റ്റ് അളവ് വേണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ നമുക്ക് പെറ്റൽസ് എല്ലാം ഒരേ അളവായിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന അതേ അളവ് തന്നെയായിരിക്കണം എല്ലാത്തിനും വരേണ്ടത്. ഇനി ഒരു 5 സെൻറ്റിമീറ്റർ ഏകദേശം ഒന്ന് മെഷർ ചെയ്തിട്ട് ആ ഒരു ഇതിൽ നമുക്ക് പേപ്പർ മടക്കി എടുക്കാം.